ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി പോണെന്നുണ്ട് കാണിക്കുന്നത്. 3/4 സ്ലീവും കാണിക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് സ്ലീവും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് രണ്ടിൻ്റെ വ്യത്യാസം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൈക്കുള്ള പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ 2 കൈക്കുള്ള പീസും കൂടി എടുക്കണം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൈക്കുള്ള പീസ് മാത്രം എടുത്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ ഫോൾഡാക്കി മടക്കി വെക്കാം കേട്ടോ. ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എനിക്ക് 10 ഇഞ്ചാണ് കൈയുടെ ലെങ്ത്ത് വേണ്ടത്. അതിനെക്കൂടി 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് മടക്കി അടിക്കാനും അടിയിൽ 1/2 ഇഞ്ച് കൈ ജോയിൻ ചെയ്തെടുക്കാനും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ആം റൗണ്ടിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡി പാർട്ടിൽ ആം റൗണ്ട് ഓൾറെഡി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് വേണം ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ച് ഒന്ന് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ തയ്യൽത്തുമ്പ് അടക്കം ഇതുപോലെ മെഷർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ മെഷർമെൻറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തെടുക്കുക. എനിക്കിവിടെ 8.5 ഇഞ്ചാണ് മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് ടോട്ടൽ കേട്ടോ. 1/2 ഇഞ്ച് ഷോൾഡർ അത് കൂട്ടാണ്ട് അടിയിൽ നിന്ന് വേണം മെഷർ ചെയ്തെടുക്കാനായിട്ട്. എനിക്കിവിടെ 8 ഇഞ്ചല്ലേ കിട്ടിയേക്കുന്നത്. അതിനേക്കാൾ 1 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. 7.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് 9 ഇഞ്ചാണ് കിട്ടണമെങ്കിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. 6 ഇഞ്ചാണ് കിട്ടണമെങ്കിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് 8 ഇഞ്ച് കിട്ടിയതുകൊണ്ട് ഞാൻ 7.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യണത്. നിങ്ങൾക്ക് എത്രയാണോ ഇവിടെ കിട്ടണത് 1 ഇഞ്ച് മൈനസ് ചെയ്യാം. നമ്മൾ അവിടെ നിന്ന് മാർക്ക് ചെയ്തില്ലേ 7.5 ഇഞ്ച്, അതിൻ്റെ അടിയിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് 3/4 സ്ലീവിൻ്റെ കട്ടിങ്ങാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഒട്ടും ഇച്ചിരി വണ്ണില്ലാത്ത ഒരാളാണ്, അപ്പോൾ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. വണ്ണുള്ള ആൾക്കാർക്കാണെങ്കിൽ 3.75, 4 വരെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ആ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കൈയുടെ ആ ടിപ്പിൽ വരെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഹാഫ്, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചില്ലേ അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇനി മേളിലായിട്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ ആ പോർഷൻ കോണായിട്ട് തന്നെ വരച്ചെടുക്കരുത്. അത് 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കേർവ് ആക്കി ആ പോയിന്റിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തില്ല അവിടെ ഇതുപോലെ ഒന്ന് നിർത്തുക കേട്ടോ. എന്നിട്ട് തിരിച്ച് താഴത്തേക്ക് എടുക്കുക. ഒരു കേർവ് താഴത്തേക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ നമ്മൾ കൈ ഇറക്കാൻ വേണ്ടത് അവിടുത്തെ വണ്ണമാണ് വേണ്ടത് കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിയിൽ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് റൗണ്ട് കിട്ടണത് ആ റൗണ്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ കൂടി ഒരു 1.5 ഇഞ്ചും കൂടി താഴ്ത്തുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. 1.25 1.25, ഞാനിപ്പോൾ 1.5 ഇഞ്ച് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് 3/4 സ്ലീവിന് വേണ്ടത് നമുക്ക് മസിൽ റൗണ്ടും കൂടി എക്സ്ട്രാ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മേളിൽ നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് മസിൽ റൗണ്ട് 5.5 കിട്ടിയേക്കുന്നത്. അപ്പോൾ 5 ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ചും കൂടി തയ്യൽത്തുമ്പ് ഇതുപോലെ മാർക്ക് ചെയ്തിടുക. ഇപ്പോൾ നമ്മൾ ഈ പോയിൻറ്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ആ മസിൽ റൗണ്ടിൻ്റെ പോയിൻ്റില്ലേ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക താഴത്തേക്ക് സ്ലീവ് റൗണ്ടിൻ്റെ അവിടം വരെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആം റൗണ്ട് ഇതുപോലെ കേർവാക്കി വരച്ചിട്ടില്ലേ, നമ്മുടെ ബോഡി പാർട്ടിൽ നമുക്ക് 8.5 കിട്ടിയത്. അപ്പോൾ ഇതിനകത്തും 8.5 ഉണ്ടാകും നമുക്ക് നോക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് നോക്കാം കേട്ടോ. 8.5 ഉണ്ടാവുമെന്ന്. എനിക്ക് കറക്റ്റ് 8.5 എനിക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് 8.5 കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 8.5 ഇപ്പുറത്താണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ 8.5 അവിടെ എടുത്താൽ മതി അല്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തൊട്ട് മുന്നെയാണ് നിങ്ങൾക്ക് 8.5 വന്നതെന്നുണ്ടെങ്കിൽ 8.5 അവിടെ നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് 8.5 കിട്ടണത് അവിടെ വരെ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക. എനിക്ക് ഞാൻ വരച്ച പോയിന്റിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് 3/4 സ്ലീവ് എങ്ങനെ മാർക്ക് ചെയ്യേണ്ട രീതി. എന്നിട്ട് ഇത് ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ചെറിയ സ്ലീവ് എങ്ങനെ വെക്കാമെന്നാണ് കേട്ടോ. എനിക്കിപ്പോൾ ഒരു സ്ലീവിൻ്റെ ലെങ്ത് 4 ആണെങ്കിൽ 4 5 എത്ര വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4.5 ഇഞ്ചാണ് സ്ലീവിന് എടുത്തേക്കണത്. 1.5 ഇഞ്ചും കൂടി കൂട്ടി 6 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവ് റൗണ്ട് അവിടുത്തെ റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി സെയിം മെത്തേഡ് തന്നെ ഇപ്പം വേറൊരു മെഷർമെൻറ്റിൽ പറയാം. ഞാൻ 9 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 8 ഇഞ്ച് ഞാനിവിടെ
മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 8 ഇഞ്ചിൻ്റെ താഴത്തേക്ക് നമ്മൾ നേരത്തെ 3/4 സ്ലീവ് വരക്കുമ്പോഴത്തേക്ക് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അത് കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല. 3.5 ഇഞ്ച് 3.75 4 അതിനുള്ളിൽ അങ്ങനെ തന്നെ കൊടുക്കണം. 1 അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിലാണെങ്കിൽ കുഞ്ഞ് സ്ലീവിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എത്രയാണോ ലെങ്ത്ത് കൊടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ 6 അല്ലേ കൊടുത്തത്, 6ൻ്റെ പകുതി 3 എന്നും ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തെടുക്കാം കേട്ടോ. 3 7നെക്കാട്ടിലും കൂടുതലാണ് ഹാൻഡിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ടെങ്കിൽ 3 തന്നെ എല്ലാത്തിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 3.5 3.75 4 ഇഞ്ച് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. 7 ഇഞ്ച് തന്നെ നമ്മൾ തയ്യൽത്തുമ്പ് അടക്കം 7 ഇഞ്ചാണ് കേട്ടോ. അല്ലെങ്കിൽ കൈയുടെ ലെങ്ത്ത് അല്ല 7 ഇഞ്ച്, തയ്യൽത്തുമ്പ് അടക്കം 7 ഇഞ്ച് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ സെയിം മെത്തേഡ് തന്നെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക കേട്ടോ. ഇതുപോലെ ഒരു 3/4 ഇഞ്ചും അവിടെ മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇതുപോലെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3/4 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് തൊട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് കേവ് ആക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് താഴത്തേക്ക് കൂടി ഇതുപോലെ ഒന്ന് കേവ് ആക്കി കൊടുക്കുക. നമ്മൾ ഇതുപോലെ കേവ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ആം റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് 9 കിട്ടിയെന്ന് വിചാരിക്കുക. ആ 9 ഇവിടെ ഉണ്ടാവും നോക്കാം കേട്ടോ. ഇനി കറക്റ്റായിട്ട് 9 കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ 3/4 സ്ലീവിൻ്റെയും ചെറിയൊരു സ്ലീവിൻ്റെയും കട്ടിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്